ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ പാസീവ് വോയിസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാസീവ് വോയിസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ, അതായത് പ്രസന്റ് ടെൻസ് എല്ലാം നമ്മൾ നോക്കി. പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് എല്ലാം നോക്കി. അപ്പം അത് എങ്ങനെയാണ് പാസീവ് വോയിസ് സെന്റൻസുകളാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് സെന്റൻസുകൾ പാസീവായി മാറുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ആണ് എൻ്റെ ആദ്യമായി ഈ പാസീവ് വോയിസിന്റെ ക്ലാസ്. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാൻ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് പാസീവ് വോയിസ് കൊടുത്തിട്ടുണ്ട്, അത് കാണണം. അത് കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കാര്യം ആ ഒരു ക്ലാസ്സിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കാണണം, കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് സെന്റൻസ് പാസീവായി മാറുന്നത് എന്നാണ്. അപ്പം എന്താണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് പ്രാധാന്യം, പാസീവ് വോയിസിൽ എന്താണ്, ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഇനി ആ പാസീവ് വോയിസ് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ആദ്യത്തെ നമ്മുടെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വളരെ എളുപ്പമാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, പാസീവ് വോയിസിൽ വേർബ് എല്ലാം എങ്ങനെയാണ് നിൽക്കുന്നത്? വേർബ് തേർഡ് ഫോം വേർബിലായിരിക്കും എന്തുണ്ടാവുക, പാസീവ് വോയിസ് ഉണ്ടാവുക. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പാസീവ് വോയിസ് ആക്കി മാറ്റുമ്പോൾ അവിടെ വരുന്ന മാറ്റം എന്താണ്? ഷീ പ്ലേസ് എന്നാണ് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഷീ പ്ലേസ്. അപ്പൊ അത് നമ്മൾ ഷീ പ്ലേസ് എന്നാണോ പിന്നെ എഴുതേണ്ടത്? അല്ല, അവിടെ നമ്മൾ എന്ത് സ്ട്രക്ചർ എങ്ങനെ മാറും? ഈസ് വരും, ആമു വരും, ആറ് വരും. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും. പിന്നെ എങ്ങനെ വരും? വേർബ് V3 മാറും. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസില് പാസീവ് വോയിസും ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പാസീവ് വോയിസ് ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അത് പാസ്റ്റ് ആയി എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതാം, എഴുതിയിട്ട് നിങ്ങൾ അത് നോക്കൂ കേട്ടോ. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടിട്ടുണ്ട്. ചിൽഡ്രൻ പ്ലേഡ് ദ ഫുട്ബോൾ. ഇത് ഏത് സെന്റൻസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ്. കാര്യം എന്താണ്? ചിൽഡ്രൻ സബ്ജക്റ്റ് ആണ്, പ്ലേഡ് verb ആണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പോഴാണ് ഇത് ഏത് ടെൻസ് ആണ്? ഇത് ആണോ? അല്ല, ടെൻസ് ആണ്. ഇത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റും V2 മാത്രം വന്നു. അപ്പൊ നമ്മുടെ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റും വേർബുമാണ്. ആ ഒരു ഓർഡറിലാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസ് ആണ്, ആക്റ്റീവ് ആണ്. ഇനി ഇതിനെ പാസീവ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്താ ചെയ്തത്? പ്രസന്റ് ടെൻസിൽ ഈസാ മാറ് വന്നു, അല്ലെ? അപ്പൊ നമുക്കറിയാം, പാസീവ് വോയിസ് ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഇതിലെ ഒബ്ജക്റ്റ് വേണം. നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈസാ മാറാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കൊടുത്തത്. അത് നമ്മുടെ പാസ്റ്റിലോട്ട് വരുമ്പോ എന്തായി മാറും? അപ്പോ പ്രസന്റ് അത് പാസ്റ്റ് ആകുമ്പോൾ എന്താവും? വാസ് അല്ലെങ്കിൽ വെയർ ആയിട്ട് മാറും, അല്ലെ? വാസ് അല്ലെങ്കിൽ വെയർ ആയിട്ട് മാറും. പിന്നെ വേർബ് എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാസീവ് വോയിസിൽ വേർബ് V3 ആണെന്നറിയാം. പിന്നെ എന്ത് വേണം നമുക്ക്? ബൈ സബ്ജക്റ്റ് വേണം. ഇതെന്താണ്? നമ്മുടെ ആവശ്യം പോലെ എഴുതുക. ഇതെല്ലാം എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് പാസീവ് വോയിസ് ആക്കുകയാണെങ്കിൽ ഇവിടെ എഴുതേണ്ട ഈ ഒബ്ജക്റ്റ് ഇതിനകത്ത് ഏതാണ്? ദ ഫുട്ബോൾ എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. നമ്മളിവിടെ ഇനി ഒബ്ജക്റ്റ് എഴുതി, ദ ഫുട്ബോൾ. ഒബ്ജക്റ്റ് എഴുതി. ഇനി നമുക്ക് വാസാണോ വേറാണോ വേണ്ടതെന്ന് എഴുതണം. എന്താ വേണ്ടത്? ഒരു ഫുട്ബോളേ ഉള്ളൂ, വാസാണ് വേണ്ടത്. ഇനി എന്താ വേണ്ടത്? വേർബ് V3. പ്ലേ, പ്ലേഡ്, പ്ലേഡ് തന്നെയാണ് V3യും എഴുതി. ഇനി എന്ത് വേണം? ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എഴുതുക എന്തെന്ന്, ആരാണ് കളിച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എഴുതുക ബൈ ആരാണ്? ഇതിവിടെ ചിൽഡ്രൻ ആണ്. നമ്മൾ ഇവിടെ എന്തെന്ന് തന്നെ എഴുതണം? ചിൽഡ്രൻ എന്ന് തന്നെ എഴുതണം. പേരാണ്. ഇവിടെ ഐ ആണെങ്കിൽ എന്താകും? ഇവിടെ മീ ആകും.
ദേ ആണെങ്കിൽ ഇവിടെ എന്താകും? ദം ആവും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയായി? ദ ഫുട്ബോൾ വാസ് പ്ലേഡ് ബൈ ചിൽഡ്രൻ. അപ്പം ഇവിടെ ഇത് ഒബ്ജക്റ്റ് ആണോ? ഇവിടെ ഇത് ഒബ്ജക്റ്റ് അല്ല, ഇവിടെ ഇത് എന്താണ്? സബ്ജക്റ്റ് ആണ്. വേർബ് എങ്ങനെ വന്നു? V3 വന്നു. ഇവിടെ എന്താണ്? ബിയുടെ ഒരു ഫോമും വന്നു. അപ്പൊ ഇത് പാസീവ് വോയിസ് ആയി. ഇനി ഒരൊറ്റ എക്സാമ്പിളും കൂടെ ഞാനൊന്ന് എഴുതി കാണിക്കാം. എഗെയിൻ ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ജോൺ ബോട്ട് ടി എഴുതിയില്ലായിരുന്നു. ബോട്ട് എ ന്യൂ കാർ, ഒരു ന്യൂ കാർ വാങ്ങിച്ചു അല്ലെ? ഇത് വേർബ് V2 ആണ്. ഇത് സബ്ജക്റ്റ് ആണ്, ഇത് ഒബ്ജക്റ്റ് ആണ്. ഇനി ഇത് എന്ത് വോയിസ് ആണ്? ആക്റ്റീവ് ആണോ പാസീവ് ആണോ? കാരണം സബ്ജക്റ്റ് വേർബ് എന്നുള്ള ഒരു നിയമത്തിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്? ആക്റ്റീവ് ആണ്. റൈറ്റ്. ഇനി ഇതിനെ നമ്മൾ പാസീവ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്? ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആക്കി കൊടുക്കണം. എ ന്യൂ കാർ, ഒരു പുതിയ കാർ. ഇവിടെ ഇനി നമ്മൾ പറഞ്ഞു വാസോ വെയറോ കൊടുക്കണമെന്ന്. നമ്മൾ ഇവിടെ എന്താ ഇനി കൊടുക്കേണ്ടത്? ഒരു പുതിയ കാർ ആയതുകൊണ്ട് വാസ് കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു വേർബ് V3 കൊടുക്കണമെന്ന്. വെർബ് V3 ഇതിന്റെ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്, ബോട്ട് തന്നെയാണ് V3. ഇനി നമ്മൾ ആരാണ് അത് ചെയ്തത്? ബൈ ജോൺ ആണ് ചെയ്തത്. ഇനി ഞാനിവിടെ ഈ ജോണിനെ ഒന്ന് മാറ്റുകയാണ്. ജോണിനെ മാറ്റി ഇവിടെ ഞാൻ ഐ കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി മാറും? ഇത് ജോൺ ആണോ? പിന്നെ ഐ നമുക്കിവിടെ ബൈ ഐ എന്നാണോ പിന്നെ എഴുതേണ്ടത്? അല്ല. അവിടെ പിന്നെ ഇനി എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഐ എന്തായി മാറും? മീ ആയിട്ട് മാറും. കാരണം ഇതെന്തായി? ഇവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ട് മാറി. ഇതിവിടെ സബ്ജക്റ്റ് ആണ്, ഇതിവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയി. ഇതിവിടെ എന്താണ്? എ ന്യൂ കാർ എന്നുള്ളത് സബ്ജക്റ്റ് ആയി. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആകുന്നത്? ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചു. പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെക്കുക. വാസ് വെയർ ആണ് വേണ്ടത്, വേർബ് V3 ആണ് വേണ്ടതെന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ടെൻസിലോട്ട് നമുക്ക് പോകാം. ഇവിടെ ഞാൻ വീണ്ടും ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഹി വാസ് സിംഗിങ് എ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പാട്ട് പാടുകയായിരുന്നു എന്നായി മാറി. ഇതെന്താണ്? ഇവിടെ സബ്ജക്റ്റ് ആയി അല്ലെ? എന്താണ്? വേർബായി. എന്താണ്? ഒബ്ജക്റ്റ് ആയി. വാസ് എന്താണ്? ഹെൽപ്പിംഗ് വേർബായി. എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഏത് ടെൻസ് ആണ്? വാസ് സിംഗിങ് വന്നത് കൊണ്ട് ഇത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? വേർബ് INGയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് ഏത് വോയിസ് ആണ്? സബ്ജക്റ്റും വേർബ് എന്നുള്ള സ്ട്രക്ചറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് മാറ്റിയത്? എങ്ങനെയായിരുന്നു? ഈസാം 6 കൊടുത്തു, പിന്നെ എന്ത് കൊടുത്തു? നമ്മൾ ബീയിങ് കൊടുത്തു, പിന്നെ എന്താ ചെയ്തത്? വേർബ് 3 തന്നെ അല്ലെ? അത് നമുക്കറിയാം പാസീവ് വോയിസിൽ വേർബ് 3 ആണെന്ന്. അപ്പൊ ഇനിയും അതേപോലെയാണോ എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇത് പാസ്റ്റ് ആയി എന്നുള്ള ഒരൊറ്റ മാറ്റമേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് വേണം? ഇവർക്ക് ഒബ്ജക്റ്റ് എന്താണെങ്കിലും പാസീവ് വോയിസ് ആക്കണമെങ്കിൽ വേണം. ഇവിടെ പാസ്റ്റ് ആണ്. അപ്പൊ ഈസാം 6 പാസ്റ്റ് നമുക്ക് വാസ് വെയർ വേണം. പിന്നെ എന്ത് വേണം? നമ്മൾ പ്രസന്റില് ഈസാം 6 ബീയിങ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ബീയിങ്ങും വേണം. പിന്നെ വേർബ് തേർഡ് ഫോമിൽ വേണം. ബൈ എന്ത് വേണം? സബ്ജക്റ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് എഴുതാം. എങ്ങനെ എഴുതണം? ഒബ്ജക്റ്റ് എ സോങ്, ഒരു സോങ് ആയതുകൊണ്ട് വാസ് എന്ത് വേണം? ബീയിങ് വേണം. ബീയിങ്. പിന്നെ എന്ത് വേണം? 3 ആണ് വേണ്ടത്. സിംഗിങ്, സിംഗ്, സാങ്, സങ് വേണം അല്ലെ? SUNG V3 ആണ് കൊടുത്തു. ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ എന്തെന്ന് എഴുതണം? ബൈ എന്തെന്ന് എഴുതണം? ഹി എന്തായിട്ട് മാറും? ഹി എന്തായി മാറും? ഹിം ആയിട്ട് മാറും. എ സോങ് വാസ് ബീങ് സങ് ബൈ ഹിം. ഹി എന്തായിട്ട് മാറി? ഇവിടെ ഹിം ആയിട്ട് മാറി. ഹിം ആയിട്ട് മാറി. ഇപ്പൊ ഇവിടെ എന്ത് വന്നു? വെർബ് 3 വന്നു, ബിയുടെ ഫോം വന്നു. അതുകൊണ്ട് എന്തായി? ഇത്
പാസീവ് വോയിസ്. പാസീവ് വോയിസ് ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ്. ആ സ്ട്രക്ചർ അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് ആക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായല്ലോ. ഇനി സെന്റൻസിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. സ്ട്രക്ചർ ഓർത്ത് വെക്കുക. വാസ്, വേറെ, ബീയിങ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിലോട്ട് പോകാം. ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഹി ഹാഡ് ഡ്രോൺ എ പിക്ചർ. ഏത് ടെൻസ് ആണ്? ഹാഡ് ഉണ്ട് അല്ലേ? V3 ആണ് വന്നിരിക്കുന്നത്. ഏതാണ്? ഹാഡ് എവിടെയാണുള്ളത്? പാസ്റ്റിലാണുള്ളത്. എന്ത് ടെൻസ് ആണ്? ഹാഡ് വരുമ്പോൾ അപ്പോൾ എന്ത് ടെൻസ് ആണ്? പെർഫെക്റ്റ് ആണ്, ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ? സബ്ജക്റ്റ് വേർബ് എന്നുള്ള നിയമത്തിലാണ് വന്നിരിക്കുന്നത്. അത് ആക്റ്റീവ് വോയിസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് എങ്ങനെയാണ് പഠിച്ചത്? എന്താണെങ്കിലും പെർഫെക്റ്റിൽ നമുക്കറിയാം എന്ത് വേണം? ഹാസോ, ഹാവോ, ഹാഡോ വേണോന്നറിയാം. ഇതിപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണെങ്കിലും അവിടെ എന്ത് വേണം? ഹാഡ് വേണം. ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് ഒന്നും മാറാൻ പാടില്ല. അപ്പൊ എന്താണെങ്കിലും ഇവിടെ എന്ത് വേണം? ഹാഡ് വേണം. നമ്മൾ പ്രസന്റിലായിരുന്നപ്പോഴും ഹാസ്, ഹാവും എഴുതി. പിന്നെ എന്തും കൂടി ആഡ് ചെയ്തു? ഒരു ബിയുടെ ഫോം വേണ്ടേ? ബീൻ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കണം? ഒബ്ജക്റ്റ് വേണം, ഹാഡ് അങ്ങനെ തന്നെ വേണം, പിന്നെ എന്ത് വേണം? ബീൻ വേണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം V3 വേണം. ഇത് ബാക്കി ഭാഗം ഞാൻ ഇനി പറയണ്ട, നിങ്ങൾ പഠിച്ചു. ഒബ്ജക്റ്റ്, എ പിക്ചർ, ഒരു പടമാണ് അല്ലെ? ഒരു പിക്ചറാണ്. ഹാഡ് ബീൻ, ഒരു പിക്ചർ അല്ല, 2 പിക്ചർ അല്ല, 3 പിക്ചർ ആണെങ്കിൽ പോലും ഹാഡ് ബീൻ. എന്താണ്? പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും എളുപ്പമാണ്. കാര്യം എന്താണ്? ഇവിടെ എപ്പോഴും വരുന്നത് എന്താണ്? V3 ആണ്. അപ്പൊ നമുക്ക് ആ V3 അങ്ങോട്ട് എഴുതിയാൽ മതി. ഹാഡ് ബീൻ ഡ്രോൺ തന്നെ, അത് തന്നെ നമുക്ക് അങ്ങ് എഴുതിയാൽ മതി. ഡ്രോൺ ബൈ എന്താണ്? ഹി എന്താകും? ഹിം എന്നായി മാറും. എ പിക്ചർ ഹാഡ് ബീൻ ഡ്രോൺ ബൈ ഹിം. ബി വന്നു, V3 വന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സബ്ജക്റ്റ് ഹാഡ് ബീൻ അല്ല, ഒബ്ജക്റ്റ് ഹാഡ് ബീൻ, V3. ഈ പിക്ചർ എന്നുള്ളത് ഈ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലായല്ലോ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് ബീൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായല്ലോ. ഒബ്ജക്റ്റ് ഹാഡ് ബീൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ മാറ്റാം, പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ മാറ്റാം, പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ ആക്കാം എന്ന് നോക്കി പഠിച്ചു അല്ലെ? അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എല്ലാ ടെൻസസിനെയും നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. പറ്റുന്നവരുടെയൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കി, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. പാസ്റ്റിലാണെങ്കിലും സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നോക്കി. ഇപ്പോൾ ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാം. ഷീ ഡിഡ് നോട്ട് ടേക്ക് ദ ബുക്ക്. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? ഷീ ഡിഡ് നോട്ട് ടേക്ക് ദ ബുക്ക്. അപ്പം ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഡിഡ് വന്നത് കൊണ്ട് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം. ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ ഇതെന്താണ്? ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനെ ഏത് വോയിസിലോട്ട് നമ്മൾ മാറ്റണം അല്ലെ? ഏത് വോയിസിലോട്ട് നമ്മൾ മാറ്റേണ്ടത്? പാസീവ് വോയിസിലോട്ട് നമ്മൾ മാറ്റണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് പാസീവ് വോയിസിലോട്ട് ആക്കാം. ശരിയാണ്, ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് മാറ്റുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ടെൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് പാസീവ് വോയിസിലോട്ട് ആക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഡിഡ് ഒന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഡിഡ് എന്തുകൊണ്ട് അവിടെ വന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇതിനെ ഒന്ന് പാസീവ് വോയിസ് ആക്കിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലോട്ട് വിടാം. ഷീ ഡിഡ് നോട്ട് ടേക്ക് ദ ബുക്ക്. ഷീ ഡിഡ് വന്നത് കൊണ്ടാണ് എന്ത് ഇവിടെ V2 അല്ലാത്തത്. അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മുടെ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഈ PSC ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നവർക്ക് പാസീവ് വോയിസ് എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മാന്യമായി തന്നെ ചോദിക്കാവുന്നതാണ്. ഇനി
ഫെബ്രുവരി 19 മുതൽ നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബാച്ച് തുടങ്ങുകയാണ്. നമുക്ക് രാത്രിയിലും ക്ലാസ് ഉണ്ട്, നമുക്ക് ഉച്ചയ്ക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നത് എൻ്റെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കും, അയ്യോ മേഡം ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ട്. ക്ലാസ് തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞാൽ പോലും നിങ്ങളെ ഞാൻ അതിനകത്ത് ചേർക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കമെല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ നിങ്ങൾ വന്നിട്ട് ചേരുമ്പോൾ നിങ്ങൾക്ക് തുടക്കം കിട്ടില്ല. അങ്ങനെ വന്ന് ചേർന്നിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യമില്ല. നിങ്ങൾ തുടക്കം തൊട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ക്ലാസ് വേണ്ടവർ വിളിക്കുക, ഉച്ചയ്ക്ക് ക്ലാസ് വേണ്ടവരും വിളിക്കുക. 2 സമയവും 19 മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഫെബ്രുവരി 19 മുതൽ രാത്രിക്കും ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കണം. ആ നേരത്തെ വിളിക്കാൻ നിന്ന സീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക്